ഇടുക്കി ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഓട്ടോറിക്ഷ തൊഴിലാളിയായ പട്ടത്തമ്പലം വീട്ടിൽ സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ, 6 വയസ്സുള്ള മകൻ ദേവൻ, 4 വയസ്സുകാരി ദിയ എന്നിവരാണ് മരിച്ചത്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമാണ് കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് വിലയിരുത്തൽ. ഇന്ന് വൈകിട്ട് 4:30 വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ സജീവനെയും ഭാര്യയെയും മക്കളെയും കണ്ടെത്തിയത്. ഉച്ചകഴിഞ്ഞ് വീട്ടിൽ നിന്നും ആരും പുറത്തേക്ക് വന്നിരുന്നില്ല. 4:30 സജീവന്റെ അമ്മ വീട്ടിലെത്തി വിളിച്ചെങ്കിലും ആരും കതക് തുറക്കാതെ വന്നതോടെ സമീപവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. ഇവരെത്തി പിന്നാമ്പുറത്തെ വാതിൽ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് 4 പേരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഉടൻ തന്നെ വിവരം ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 3 ലക്ഷം രൂപ വായ്പ എടുത്ത സജീവ് ഓട്ടോറിക്ഷ വാങ്ങിയിരുന്നു. 7 മാസം കൃത്യമായി വായ്പ തിരികെ അടച്ചുവെങ്കിലും കഴിഞ്ഞ മാസം ഇത് മുടങ്ങി. ഇതോടെ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ നിരന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നതായി സജീവിന്റെ പിതാവ് പറഞ്ഞു. എന്നെയും വിളിച്ച് ചെറുക്കനും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. 2 മാസത്തെ കിടക്കൽ പൈസ മാത്രം കൊടുക്കും. മാസം 8,000 രൂപ വെച്ച് 7 മാസം ഞങ്ങൾ അടച്ചതാണ്. 75,000 രൂപയും കൊടുത്തതാണ്. ഈ മാസം 27-ാം തീയതിയാണ്. അതിനുമുമ്പ് അടച്ചാൽ മതി. അവനെന്ന് വിളിച്ച് ഇന്നലെ എന്നെ ഉച്ചയ്ക്കും വിളിച്ച് തല്ലി ഉണ്ടാക്കിയതാണ്. 3 ട്രിപ്പന്മാരും എന്നെ വിളിച്ചത്. സജീവിന്റെ കടബാധ്യത തന്നെയാണ് ആത്മഹത്യക്ക് കാരണമായതെന്നാണ് പോലീസ് പറയുന്നത്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം സജീവിനുണ്ടായിരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇടുക്കി SP വിഷ്ണു പ്രദീപ് പറഞ്ഞു. ആത്മഹത്യയാണ് മനസ്സിലാകുന്നത്. അന്വേഷണത്തിൽ ഇൻക്വസ്റ്റ് നടപടികളാണ് ആരംഭിക്കും. അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് സയന്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കും. സാമ്പത്തികമായിട്ടാണ് മനസ്സിലാകുന്നത്. സ്ഥാപനം എങ്ങനെയാണോ ഒരു ധനകാര്യ സ്ഥാപനത്തിലുള്ള CC പറഞ്ഞുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കാരണം. കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ശേഷം പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ജനം, ഇടുക്കി.